നമസ്കാരം. കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ പൊട്ടന്മാരാക്കിയ പെടലി വധശ്രമ നാടകം പൊളിഞ്ഞ വിവരമാണെന്ന് മാധ്യമങ്ങളിലൂടെ പ്രവർത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു എന്താ പറയുക, ഒരു വളിച്ച നാടകം ഒരു മന്ത്രി തന്നെ നേരിട്ട് നടത്തുന്നത്. അവരുടെ നിലവാരമാണ് സത്യത്തിൽ ഇത് മനസ്സിലാക്കുന്നത്. കാരണം കരിങ്കൊടി പ്രകടനം എന്ന് പറയുന്നത്, ഒരു കരിങ്കൊടി ഉയർത്തി കാണിക്കുക എന്നുള്ളത്, അത് ഇടതുപക്ഷം വലതുപക്ഷം എല്ലാവരും കാണിക്കുന്ന ഒരു പ്രതിഷേധമാണ്. തങ്ങളുടെ ഭരണകർത്താക്കൾക്ക് എതിരെ കാണിക്കുന്ന ഒരു പ്രതിഷേധം. ഇവിടെ റെയിൽവേ സ്റ്റേഷനിലും KSU വന്നിട്ടുള്ള 4-5 KSU പ്രവർത്തകരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് തുണികഷ്ണമാണ്. ആ തുണികഷ്ണം ഉയർത്തി അവർ മുദ്രാവാക്യം വിളിച്ചപ്പോൾ അവരെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അതിന് മാരകായുധങ്ങളുമായിട്ട് വന്ന് മന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ KSU പ്രവർത്തകർക്ക് നേരെ മന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പിന്റെയും ഒക്കെ നിർബന്ധത്തിൽ വഴങ്ങി വ്യാജ കേസ്, കള്ള കേസിട്ട് അവരെ ജയിലിലടച്ചു. ഇപ്പോ പോലീസ് തന്നെ മൊഴി കൊടുത്തേക്കണു, അത്തരത്തിൽ യാതൊന്നുമില്ല, അവിടെ അവരുടെ കയ്യിൽ മാരക ആയുധങ്ങളൊന്നും ഇല്ലായിരുന്നു, അവരുടെ കയ്യിൽ കരിങ്കൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു കൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ള പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ എവിടെ പോയി? ആകെ നാണം കെട്ട് നാറിനെ. അല്ല, ചോദിക്കുന്നത്, ഇതേ മന്ത്രി തന്നെ ഇനി മത്സരിക്കുന്നുണ്ടെങ്കിൽ അവിടെയുള്ള ജനങ്ങളുടെ മുഖത്ത് ഇവരെങ്ങനെ നോക്കും? അതാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇവിടെ ആരെയും ഏത് കള്ളക്കേസിലും എങ്ങനെയും അകത്തിടാമോ എന്ന് കരുതി തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ മുഴുവൻ ജയിലിലടയ്ക്കുക, അതല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ മുഴുവൻ കൊന്നു തള്ളുക. ഇനി തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ കൊന്നു തള്ളിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ കൊന്നവർ തങ്ങളുടെ ആൾക്കാരാണെങ്കിൽ അവരെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുക. ഇതാണ് CPM-ന്റെ പ്രകടമായ നയം. നോക്കൂ, സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് മറന്നു പോകരുത്. വയനാട് നിന്ന് സ്വന്തം വീട്ടിലേക്ക് ബൈക്ക് ഓടിച്ചു വന്നവനാ, എറണാകുളം വരെ എത്തിയവനാ. അവന് തിരിച്ച് വയനാട്ടിലേക്ക് എത്തിച്ച് 3 ദിവസം പട്ടിണിക്കിട്ട് വസ്ത്രങ്ങൾ അടിച്ചു മാറ്റി മർദ്ദിച്ച് വെള്ളം പോലും കൊടുക്കാതെ കൊന്ന് കെട്ടിത്തൂക്കി. എന്നിട്ട് ആ പ്രതികളെ രക്ഷിച്ചെടുത്ത് CPM-ആണ്. അതുപോലെ തന്നെ ഷഹബാസിനെ കൊന്നിട്ടുള്ള പ്രതികളെ. അങ്ങനെ ഓരോ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കേസുകളിലെല്ലാം പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി, അതായത് കുറ്റക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി, കുറ്റക്കാർ SFI-ക്കാരോ അല്ലെങ്കിൽ CPM-കാരോ ആയതുകൊണ്ട് മാത്രം അവരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഏത് അന്യായത്തിന് കൂട്ടു നിൽക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് CPM എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ. അതിന്റെ ബാക്കി അവസാനം നടന്ന കാര്യമാണ് ഇപ്പോൾ മന്ത്രി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കാണിച്ചത്. ഒരു കാരണവശാലും മന്ത്രിയെ ആരും ആക്രമിച്ചിട്ടില്ല എന്നും മന്ത്രിയുടെ 7 അയലത്ത് പോലും എത്തിയില്ലായിരുന്നു. അവിടുത്തെ CCTV ദൃശ്യങ്ങളടക്കം പോലീസിന്റെ വീഡിയോയും മറ്റു വീഡിയോ ദൃശ്യങ്ങളും എല്ലാം പുറത്തു വന്നതാണ്. എന്നിട്ടും കഴുത്ത് തകർക്കാൻ ശ്രമിച്ചു എന്നും തലയടിച്ച് പൊളിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പാർട്ടി സെക്രട്ടറി തൊള്ള തൊടാതെ നുണ വിളമ്പിയപ്പോൾ അത് പ്രസിദ്ധീകരിക്കാനും ഇവിടെ പാർട്ടി പത്രങ്ങളും ചാനലുകളും അതിനെ പ്രൈം ടൈം ചർച്ചയാക്കാനുള്ള ചാനലുകളും ഉണ്ടായി എന്നുള്ളതാണ് വസ്തുത. കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ പൊട്ടന്മാരാണ് എന്ന് വീണ്ടും തെളിയിക്കാൻ ശ്രമിക്കുന്ന ഈ ശ്രമത്തെ കേരള ജനത വകവെച്ചു കൊടുക്കേണ്ടതുണ്ടോ? സത്യത്തിൽ നമ്മളൊക്കെ പൊട്ടന്മാരാണോ? ഇവരൊക്കെ നമ്മളെ പൊട്ടന്മാരാക്കിക്കൊണ്ട് ഇങ്ങനെ പ്രഘോഷണം നടത്തുമ്പോൾ നമ്മുടെ കണ്ണിന്റെ മുന്നിൽ പച്ച നാടകം, പച്ച നുണ പറഞ്ഞുകൊണ്ട് നിരപരാധികളെ ജയിലിലടയ്ക്കുമ്പോൾ അതിനെതിരെ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാനെങ്കിലും നമ്മുടെ നാവ് ഉയരണ്ടേ? ഇനി വരുന്ന തെരഞ്ഞെടുപ്പുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ എല്ലാവരെയും ഒന്നും ഞാൻ പറയുന്നില്ല, ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ഒരുപാട് സഖാക്കന്മാരുണ്ടതിൽ. അവരെ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ പാഠം പഠിപ്പിക്കണ്ടേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. Different angles. Don't forget to subscribe and support this channel.